ദിവ്യഗർഭം എന്ന് പറയുന്നത് കളിയാക്കുകയാണെങ്കിൽ ഈ 2.6 ബില്യൺ ആൾക്കാരെയാണ് നിങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. 25 വയസ്സുള്ള ഒരു യുവതി ഒരു ഇളം കാറ്റടിച്ച് ഗർഭിണിയാവുകയും ഒരു പെൺകുഞ്ഞിന് ജനനം നൽകുകയും ചെയ്തു എന്നൊരു വാർത്ത നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഈ പുള്ളിക്കാരി ഇന്തോനേഷ്യക്കാരിയാണ്. 2021 ആദ്യമായിട്ട് ഈ ഒരു ന്യൂസ് വരുന്നത്. അത് വീണ്ടും ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്ത് നടക്കുന്നതായിട്ട് നമ്മൾ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ന്യൂസിനടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ, സർക്കാസ്റ്റിക് ആയിട്ടുള്ള പല കമന്റുകളും ഞാൻ കണ്ടു. ആ കുറച്ച് കമന്റുകൾ ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. മിക്കവാറും വീടിനപ്പുറത്തു നിന്ന് വരുന്ന ഒരു പ്രത്യേകതരം കാറ്റാണെന്ന് തോന്നുന്നു. അതൊക്കെ പോട്ടെ, കാറ്റിന്റെ പേര് പറ. തുറന്നു വെച്ചാൽ കാറ്റടിക്കും. കാറ്റ് വന്നു കള്ളനെ പോലെ. ആ കാറ്റ് കോണ്ടമിടാൻ മറന്നുപോയി. ഇങ്ങനെയുള്ള പല സർക്കാസ്റ്റിക് ആയിട്ടുള്ള കമന്റ്സും ഇട്ട് ആ ഒരു ഗർഭത്തിനെ ആളുകൾ തമാശ രൂപേണ എടുക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഒരു കുട്ടി ജനിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാകണമെങ്കിൽ ഒരു പുരുഷ ബന്ധം മസ്റ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും പൂർണ്ണമായ ഉറപ്പുണ്ട്. ഈ 2026 അല്ലെങ്കിൽ 2021 ഈ ന്യൂസ് വന്നപ്പോഴും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവുണ്ട്. ഒരു പുരുഷ ബന്ധമില്ലാതെ ഒരു കുട്ടിക്ക് ജനനം പ്രാപിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാകാൻ സാധിക്കില്ല എന്ന് നമുക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. ഈ ഒരു വാർത്തയെ സർക്കാസ്റ്റിക് ആയിട്ട് എടുക്കുന്നവര് മറന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കാലം തെറ്റി വന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ട്രോള് ചെയ്യപ്പെടുന്നത്. ഏകദേശം ഒരു 2000 വർഷങ്ങൾക്കൊക്കെ മുൻപായിരുന്നു ഈ ഒരു കാര്യം നടന്നതെങ്കിൽ ഒരുപക്ഷെ ഈ ജനിച്ച കുട്ടി ഇപ്പോഴും ഒരു ദൈവമായിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതേപോലെ 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവ്യഗർഭത്തിലൂടെ ഭൂജാതനായിട്ടുള്ള ഒരു ദൈവം 2.6 ബില്യൺ ആൾക്കാരുടെ ദൈവമാണിപ്പോൾ. ഈ 2.6 ബില്യൺ ആൾക്കാരും വിശ്വസിക്കുന്നത് അവരുടെ ദൈവം എന്ന് പറയുന്ന വ്യക്തി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയിൽ ദിവ്യഗർഭത്തിലൂടെ, അതായത് ഒരു പുരുഷ സ്പർശമില്ലാതെ ഒരു സ്ത്രീ ദിവ്യഗർഭം ധരിച്ച് ജനനം കൊടുത്ത ഒരു ദൈവമാണ് അവരുടെ ദൈവം എന്ന് അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു സ്ത്രീയെ സർക്കാസ്റ്റിക്കായി കളിയാക്കി കമന്റ് ഇടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാലം തെറ്റിപ്പോയൊരു പ്രശ്നം മാത്രമേ ആ പുള്ളിക്കാരിക്ക് ഉണ്ടായിട്ടുള്ളൂ. ദിവ്യഗർഭം എന്ന് പറയുന്നത് കളിയാക്കുകയാണെങ്കിൽ ഈ 2.6 ബില്യൺ ആൾക്കാരെയാണ് നിങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കാലം തെറ്റി ജനിച്ച ഒരു ദേവിയെയാണ് നിങ്ങൾ ഈ പരിഹസിക്കുന്നതെന്ന് ഓർത്താൽ നന്ന്.